ബഹുമാനരെ, ഈ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മുഴുവൻ വീഡിയോയും കാണുക. ഇതിനുള്ളിൽ വളരെ ഒരു അത്ഭുതകരമായ ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നു. ഒരു ചാരിറ്റി പ്രവർത്തകൻ്റെ ആദ്യത്തേത് ഇവിടെ വന്നൊരു പൊന്നാട വാങ്ങുന്നതോ നിങ്ങളെ കുറേ നേരം ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നതാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ഇവിടെ ഒരു കസേരയ്ക്ക് ഞാൻ അവിടെ ഇരിക്കുന്നു. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്കറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്. നമസ്കാരം പ്രിയമുള്ളവരെ, HSA കമ്പനിയുടെ ഭാഗമായി ഓണാഘോഷ പരിപാടികളും ഓണക്കിറ്റ് വിതരണവും നടക്കുകയുണ്ടായി. അതിൽ ഈ എളിവനെ കൂടി ക്ഷണിച്ചതിൽ മുഖ്യാതിഥിയായി എന്നെ ക്ഷണിക്കുകയും അതോടൊപ്പം ആ കൂടിയാലോചനകൾക്ക് ശേഷം നല്ലൊരു അംഗീകാരം എനിക്ക് അവിടെ തരികയുണ്ടായി. അതിന് ഞാൻ HSA കമ്പനിയുടെ ഭാരവാഹികളോട് ഞാൻ നിസ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇവരുടെ എല്ലാ സഹകരണത്തിനും നന്ദി. ഈ സംരംഭത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ നമുക്ക് സാധിച്ചത്. ചില പോരായ്മകൾ നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം മാക്സിമം ക്ലിയർ ചെയ്ത് നല്ല രീതി, വളരെ നല്ല രീതിക്കാണ് ഈ സംരംഭം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമോ ആ മാറ്റങ്ങളെല്ലാം വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സംരംഭം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സംരംഭത്തിന് ഇതിലൂടെ നിലനിർത്തി അടുത്ത വർഷവും എല്ലാ വർഷവും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്രദമായ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും ഒപ്പം നമ്മുടെ സംരംഭം നിലനിർത്തി കൊണ്ടുപോകാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും, ഓരോരുത്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാം. നമ്മൾ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള ചാരിറ്റി പ്രവർത്തകരായ ഈ ശരവണൻ സാറിന് പൊന്നാൻ അണിയിക്കുന്നൊരു ചടങ്ങാണ്. അതിനുവേണ്ടി ഞാൻ കമ്പനിയുടെ പാർട്ണറുടെയായ സജീവനെ ക്ഷണിക്കുന്നു. നിങ്ങൾ വളരെ നേരമായി വന്നിട്ട് ഇത്ര നേരമായി അരമണിക്കൂർ കൂടുതലായി ഭക്ഷണം കഴിക്കാത്തവരൊക്കെ കാണും. ഒരു ചാരിറ്റി പ്രവർത്തകൻ്റെ ആദ്യത്തേത് ഇവിടെ വന്നൊരു പൊന്നാട വാങ്ങുന്നതോ നിങ്ങളെ കുറേ നേരം ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നതാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ഇവിടെ ഒരു കസേരയ്ക്ക് ഞാൻ അവിടെ ഇരിക്കുന്നു. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്കറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും നമ്മളെല്ലാവരും കവിതായപ്പോഴത്തേക്കും ഒരു തൂക്കി അങ്ങനെ കവിത എഴുതുന്ന ഒരു പ്രത്യേക ആളിനെ കുറിച്ചൊരു ഭാവനയായിരിക്കും. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ കവിതകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഉള്ളില് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന വാക്കുകൾ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഹക്കീം സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പൊന്നാട നേരുന്നതിന് വേണ്ടിയിട്ട് ദായരി സാറിനെ അദ്ദേഹത്തിന്റെ കവിത നമുക്ക് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് രാജീവ് അയ്യർ. നന്ദിയോട് ഞാൻ നന്ദിയോട് SKV സെക്കൻഡറി സ്കൂളിലെ ഒരു ജീവനക്കാരാണ്. വളരെ സന്തോഷത്തോടെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ ബന്ധുക്കളെ കൊണ്ട് തോന്നുന്നുണ്ട്. ആ ഇരിക്കുന്ന ചേട്ടന്മാരായാലും സഹോദരന്മാരായാലും ഈ സ്ഥാപനത്തിലേക്ക് കയറി വന്നപ്പോൾ ഇതിൻ്റെ മാനേജർ ബഹുമാനപ്പെട്ട ഇതിൻ്റെ പേര് കക്കൻ സാർ, അദ്ദേഹം അവിടെ ഇവിടെ കൊണ്ടുവന്നത്. കമല മേഡം, അത് ഇത് നമ്മുടെ വേദിയിലിരിക്കുന്ന സജീഷ, പിന്നെ മുന്നിലിരിക്കുന്ന ഇവരാരുടെയും പേര് എനിക്ക് അറിയില്ലമ്മ. എല്ലാ ഉമ്മമാർക്കും എൻ്റെ സ്നേഹം നടന്നു. നമ്മൾ പറഞ്ഞിട്ട് ഞാൻ ഏകദേശം 2000-ഓളം പാട്ടും കവിത എഴുതിയിട്ടുണ്ട്. 5-6 സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കഥകൾ എഴുതിയിട്ടുണ്ട്. സീരിയൽ എന്ന് പറഞ്ഞാൽ നീയും ഞാനും, മൗനരാഗം, പാടാത്ത പൈങ്കിളി, അതിന് ഞാൻ എനിക്ക് വേണ്ടി ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തതാണ്. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്കാണ് ഉയർന്നതാകുന്നില്ല. അത്തിന്തോ തിന്തി ദോതന തിന്ദീനന്തോം തകതിന്തോം തിന്തി ദോതന തിന്ദീനന്തോം അത്തിന്തോ തിന്തിന്തോ തന തിന്ദീനന്തോം
അത്തിന്തോ തിന്തിന്തോതന തിന്താതിനന്തോം ആടാടോ ആടാടോ പെണ്ണെ ആടുകുഴലി ആടാടോ ആടാടോ പെണ്ണെ ആടുകുഴലി ആണാട്ടവും പെണ്ണാട്ടവും ഞാൻ കണ്ടുപഠിച്ചേ ആണാട്ടവും പെണ്ണാട്ടവും ഞാൻ കണ്ടുപഠിച്ചേ. ബഹുമാനരെ, ഓണത്തിനൊരു ഓണക്കോടി എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിനോടൊപ്പം അതിൻ്റെ ഭാഗമായി നമുക്കൊരു അംഗീകാരം തരുവാൻ വേണ്ടി പ്രത്യേകം ക്ഷണിച്ച് പൊന്നാട അണിയിച്ച് എന്നെ അംഗീകരിച്ച ഈ ഫംഗ്ഷനിൽ ഞാൻ കൃതാർത്ഥനാണ്, സന്തോഷവാനാണ്. ഈ അംഗീകാരം നിങ്ങൾക്ക് ഏവർക്കും ഞാൻ സമർപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ തന്ന അംഗീകാരമാണ് എനിക്കിവിടെ ഈ വേദിയിൽ വെച്ച് ഒരു പൊന്നാടയുടെ രൂപത്തിൽ ലഭിച്ചത് എന്ന് ഞാൻ ഹൃദയത്തിൽ തട്ടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ തുടർന്ന് ഓണത്തിനൊരു ഓണക്കോടി എന്ന് പറയുന്ന പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ പുണ്യപ്രവൃത്തിയെ എത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം പ്രിയമുള്ളവരെ, ഇത്രയും പേർക്ക് 100-ൽ പരം കുടുംബങ്ങൾക്ക് നല്ല ഓണ കിറ്റ് കൊടുത്തു അവരെ സന്തോഷത്തോടെ അയക്കുവാൻ HSA കമ്പനിയുടെ ഭാരവാഹികൾ ശ്രമിച്ചതിൽ അതിയായ സന്തോഷം തോന്നുന്നു. ഒരു ചാരിറ്റി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഞാൻ എപ്പോഴും ഇത്തരം കാര്യങ്ങളെ വളരെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഒരാളാണ്. എന്തായാലും എന്നെ ക്ഷണിക്കുകയും ഇതിൻ്റെ അധ്വാനിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരായ ഒഴിവാക്കപ്പെട്ട സമൂഹത്തിൻ്റെ പ്രതിനിധിയായ പ്രവർത്തിക്കുന്ന എന്നെ പ്രത്യേകമായി അംഗീകരിക്കാൻ കാണിച്ച HSA കമ്പനിയുടെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.